ഏതായാലും 7:15 വണ്ടിക്ക് ഞാൻ തൃശ്ശൂർ പോയി. നാളെ മലയാള മാസം 1-ാം തീയതിയാണ് ഗുരുവായൂർ തൊഴുകൽ. അത് എന്ത് വന്നാലും അതിൽ ലോകത്ത് എന്ത് സംഭവിച്ചാലും അതിന് യാതൊരു മാറ്റമില്ല. 7:15 വരെ ഞാൻ തിരുവനന്തപുരത്തുണ്ടാവും. ഏതാ എന്ന് പ്രതീക്ഷിക്കുന്നു? ഇല്ല, ഗുരുവായൂരപ്പനോട് എപ്പോഴും മനസ്സമാധാനത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനെ പ്രാർത്ഥിക്കാറുള്ളൂ. അല്ലാതെ MLA ആവണമെന്ന് MP ആകണമെന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാറുള്ളൂ. എങ്ങനെ? എന്തായാലും ഇന്ന് തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. പക്ഷേ ഒരു ജനാധിപത്യ പ്രോസസ്സാണല്ലോ. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. അപ്പോൾ എല്ലാ തരത്തിലും ചർച്ച നടക്കും. ഏതായാലും ഇന്നൊരു പ്രഖ്യാപനം എന്തായാലും ഉണ്ടാവും. 1 മണിയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മാറ്റിയവരെ അറിയിച്ചിട്ടില്ല. അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. ഞാൻ പറയാം, ഇത് ഇത്ര വലിയ അത്ഭുതമൊന്നുമല്ല. 1977 അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിയായിട്ട് CH മാത്രം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആ ക്യാബിനറ്റാണ് നിയമസഭ നടത്തിയത്. 18 ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റു മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. അന്ന് ഭരണ തുടർച്ചയായിരുന്നല്ലോ. അന്നത്തെ മന്ത്രിമാരായി വരുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ബേബി ജോൺ ഉൾപ്പെടെ KM മാണിയൊക്കെ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് വീടൊഴിയേണ്ടി വന്നു. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും മന്ത്രിമാരായത്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പിന്നെ 77 നിങ്ങൾ ചാനലുകാരുടെ ബഹളമില്ലാത്തതുകൊണ്ട് അതൊന്നും അത്ര ചർച്ചയായില്ല. അന്ന് പ്രിൻ്റ് മീഡിയ മാത്രമേ ഉള്ളൂ. പ്രിൻ്റ് മീഡിയയിൽ ദേശാഭിമാനി ഒഴികെ എല്ലാവരും അന്നത്തെ മുന്നണിക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് അന്ന് ഇതിനേക്കാൾ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇതൊന്നും അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. എന്നാൽ ഇന്നത്തെ തീരുമാനം വരും. വന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടി നേതാവും KPC പ്രസിഡന്റും മുന്നണി കൺവീനറുമായി ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കും. ഈ ഘടകകക്ഷികൾക്ക് ഇതിങ്ങനെ നീണ്ടുപോകുന്നതിൽ വലിയൊരു അതൃപ്തിയുണ്ട്. കാരണം കിട്ടിയ ഒരു വിജയത്തിന്റെ ശോഭ അത് ഇതിലൂടെ ഇല്ലാതാകുന്നു എന്നാണ് ഘടകകക്ഷികളടക്കം പറയുന്നത്. അല്ല, ഇങ്ങനെ നീണ്ടുപോയൊരു അസ്വസ്ഥതയുണ്ട്. ഇല്ല എന്നും പറയണം. അല്ല, മൊത്തത്തിൽ അസ്വസ്ഥതയുണ്ട്. അതൊന്ന് പക്ഷേ ഒരു ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അത് പറയാൻ ഞാൻ ആളല്ല. കാരണം ജ്യോത്സ്യന്മാർക്ക് വരെ ഇപ്പം നല്ല കാലമല്ല. ബാക്കി നോക്കാം നമുക്ക്. K. മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തീരുമാനത്തിന്റെ എന്തെങ്കിലും സംഗതി ഉള്ളിലുള്ളതിന്റെ ഒരു സൂചനയും അദ്ദേഹം തരുന്നില്ല. കാരണം അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇൻഫോംഡ് അല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. വിവരങ്ങളില്ല. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നിയമസഭാകക്ഷി യോഗമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാറ്റമുള്ളതായി അറിയില്ല. 7:15 അദ്ദേഹത്തിന് ചില പേഴ്സണൽ പരിപാടികളുമായി പോകേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു.